സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. മധ്യകേരളത്തിൽ വിശേഷിച്ചും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ തന്നെ ശക്തമായ മഴ പെയ്യുകയാണ്. രാത്രി മുഴുവൻ എറണാകുളം ജില്ലയിൽ മഴയായിരുന്നു. മഴ തുടരാൻ തന്നെയാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ റമാൽ ചുഴലിക്കാറ്റായി മാറിയേക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിവരങ്ങളും സലിം, ഈ മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലത്തെ വേനൽ കഴിഞ്ഞു വന്ന മഴയാണ്. പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ തുടർച്ചയായ മഴ പെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നഗരങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ മഴ പെയ്ത ഇടങ്ങളുണ്ട്. ഇന്നിപ്പോൾ കാലാവസ്ഥാ അറിയിപ്പ് എങ്ങനെയാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എവിടെയെല്ലാം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്? സ്മിത, സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴ, അതിശക്തമായ മഴ അത് ഇന്നും തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായി അത്ര ശക്തമാകില്ല, അതിന്റെ ഒരു ശക്തി അല്പം കുറയും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയിലൊക്കെ പലയിടങ്ങളിലും അതിശക്തമായ മഴ ലഭിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പലയിടത്തും നിർത്താതെ മഴ പെയ്തിരുന്നു. പല ജില്ലകളിലും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഒറ്റപ്പെട്ട മഴ വിവിധയിടങ്ങളിൽ പെയ്തിരുന്നു. പക്ഷേ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം മലയോര മേഖലകളിലാണ് കാര്യമായ മഴ ഇന്ന് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, മലയോര മേഖലകളിലല്ലാതെ മറ്റു ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാവും മഴ ലഭിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് മുന്നറിയിപ്പുള്ളത് സാധാരണഗതിയിലുള്ള ഓറഞ്ച്, റെഡ് മുന്നറിയിപ്പുകളില്ല, യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണ് ഇന്നുള്ളത്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. അതിനേക്കാൾ തീവ്രമായ മഴ പെയ്യുമെന്നുള്ള ഓറഞ്ച്, റെഡ് മുന്നറിയിപ്പുകളില്ല. നാളെയും 3 ജില്ലകളിൽ നിലവിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇത് ഏറ്റവും ഒടുവിൽ ഇന്നലെ പുലർച്ചെ 1 മണിക്ക് വന്ന കണക്കുകൾ പ്രകാരം കൂടിയാണ്. അടുത്ത മണിക്കൂറുകളിലും ഈ ജില്ലകളിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ കേരള തീരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന മത്സ്യബന്ധന വിലക്ക് അതേപടി തന്നെ തുടരുന്നതാണ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെ തന്നെ അതിനാൽ ഈ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ മഴക്കാലം ആരംഭിച്ചത് മുതൽ നൽകിയ മുന്നറിയിപ്പാണ്. അതങ്ങനെ തന്നെ തുടരണം, ആ ജാഗ്രത തുടരണം എന്നുള്ളത് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ്. മാത്രമല്ല, അതിനുശേഷം ഈ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ റമാൽ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഇതൊരു തീവ്ര ചുഴലിക്കാറ്റായി മാറി സംസ്ഥാനത്തിന് മുകളിൽ നിന്ന് തൽക്കാലം മഴ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സ്മിത, ശരി. സലിം മാലിക്കാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ചേർന്നത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് പല ജില്ലകളിലും.